ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു പ്രാന്താണ്, അതായത് വീഡിയോ എടുക്കില്ല. നിങ്ങൾ എല്ലാവരും ഇത് കുറെ നേരം നമുക്ക് ഫാസ്റ്റ് അടിച്ച് കളയാം. ക്യാമറ നാശമാണെങ്കിൽ അവര് നന്നായി പ്രൊട്ടക്ഷൻ കൊടുക്കും. വിചാരിച്ചില്ല ഞാൻ ചോദിക്കുമ്പോഴേക്കും ഇത്രയ്ക്ക് പെട്ടെന്ന് എന്തിനിപ്പോ എവിടെ തോട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ. ഇത് ശരിക്കും പറയാച്ച ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ ഇതിൽ എഴുതിയിട്ടുള്ള 12 MP വെള്ളത്തിൻ്റെ അടിയിലത്തെ വീഴും. അപ്പോൾ ഇതിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ഇതിൽ വരുമെന്ന് നമുക്ക്. ഹലോ, അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഇതിൽ എന്നിട്ടാണ്. ഇതിപ്പോ എൻ്റെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു പ്രാന്താണ്, അതായത് വീഡിയോ എടുക്കുക. നിങ്ങളെല്ലാവരും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി തുറന്ന് കാണാം. അപ്പോൾ നമുക്ക് ആമസോൺ വഴിയാണ് എൻ്റെ സാധനം എത്തിയിട്ടുള്ളത്. വിചാരിച്ച പോലെയല്ല, മുറിയൊന്നുമില്ല. ഇത് കുറെ നേരം നമുക്ക് ഫാസ്റ്റ് അടിച്ച് കളയാം. ആൾക്കാരെ വർത്തിക്കണ്ട. എനിവേ, എൻ്റെ ക്യാമറ നാശമാണെങ്കിൽ അവര് നന്നായി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ സാധനം, ഗോപ്രോ. ഞാൻ വിചാരിച്ചില്ല ഞാൻ ചോദിക്കുമ്പോഴേക്കും ഇത്രയ്ക്ക് പെട്ടെന്ന് എൻ്റെ പ്രിയതമൻ എനിക്കിത് വാങ്ങിച്ചു തരുന്നു. എനിക്ക് താങ്ക് യു ഫോൺ ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ. ഇതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 12 MP ആണ് ഇതിൻ്റെ ക്യാമറ, 4K വീഡിയോ, അതേപോലെ സ്ലോ മോഷൻ 8x, അതുപോലെ ഹൈപ്പർ സ്മൂത്താണ്, ടൈം റാപ്പ് ഉണ്ട്, ലൈവ് സ്ട്രീമിങ്, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാ, വെള്ളത്തിനടിയിലേക്ക് പോകാൻ പറ്റും കേട്ടോ. 10 മീറ്റർ വെള്ളത്തിൻ്റെ അടിയിലത്തെ വ്യൂ. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ള വ്യൂസ് ഒക്കെ എടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ഇനി വരുമെന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണാം. ഇതിൻ്റെ ക്യാമറ ഊരി നമ്മളത് ഊരി കുറച്ചധികം നീളമുള്ള സ്ക്രൂ ആണ് കേട്ടോ. സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോപ്രോ 8 അതൊന്ന് ഊരിയിട്ടാണ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതൊന്ന് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ശരിക്കും ഒരു തീപ്പെട്ടിക്കൊണ്ട് അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. നല്ല ക്യൂട്ടാണ്. ശരിക്കും നമുക്ക് ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മടിയുണ്ട്. അതിനേക്കാളും ഈസിയാണ് ഇത് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഈസി ക്യാരിങ് ആണ്. ഭയങ്കര ചെറുതാണ്, ക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇതെങ്ങനെ നമുക്ക് കൂടി ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഇതിനുള്ള ഇതിലേക്കുള്ള നോക്കാല്ലേ. ഇതിലവർ ജസ്റ്റ് ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചാർജ് ചെയ്യാം, പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഉപയോഗം, ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം, ഇതിൻ്റെ സ്ക്രൂ ഫിക്സിങ്, അതൊക്കെയാണ് ഈ ഒരു കാർഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാന്നോടെ പറഞ്ഞിട്ടില്ല. എനിവേ, ഗോപ്രകാരും സബ്സ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ മാനുവലാണ്. ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും, ഇതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സും കീകളും ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കിയിട്ട് പഠിക്കണം. പഠിച്ചിട്ട് വേണം. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് 4K വീഡിയോസ് ആയിരിക്കും. എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുന്ന വീഡിയോസ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ്, ഇത് നമ്മുടെ ചാർജിങ് കേബിൾ. ഇരിക്കുന്നതാണ് ഇതിൻ്റെ ബാറ്ററി, പവർ ബാങ്ക്. ഇതെങ്ങനെ നമ്മുടെ ഗോപ്രോ വർക്ക് ചെയ്യണോ. പിന്നെയുള്ളത് ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഈ സ്റ്റാൻഡിന് ഫിക്സ് ചെയ്ത് നമുക്ക്
സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാനുള്ളത് നമുക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇതിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അൺബോക്സിങ്. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ GoPro 8 വർക്ക് ചെയ്യണമെങ്കിൽ മെമ്മറി കാർഡ് വേണം. മെമ്മറി കാർഡ് ഇല്ലാണ്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്താലേ. ഇതാണ് നമ്മുടെ മെമ്മറി കാർഡ്. അപ്പോൾ എനിക്ക് കുറേ അധികം വീഡിയോസ് കളയാണ്ട് ഞാനൊരു 150 GB സാംസങ്ങിൻ്റെ മെമ്മറി കാർഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് തുറക്കാം. അപ്പോൾ 128 GB സാംസങ്ങിൻ്റെ മെമ്മറി കാർഡ് പിന്നെ ഇതിൻ്റെ അഡാപ്റ്ററാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മെമ്മറി കാർഡും ബാറ്ററി ഇട്ട് സെറ്റ് ചെയ്യാം. എവിടെയും തുറക്കാം. നമുക്ക് 128 GB മെമ്മറി കാർഡ് എൻ്റെ GoPro 8 ഇതാണ്. നമ്മുടെ ബാറ്ററി പറഞ്ഞത് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ കാണുന്ന ബട്ടൺ അമർത്തിയിട്ടാണ് നമുക്ക് ഓണാക്കണ്ടേ. ഇത് ഓണാക്കി കഴിയുമ്പോൾ അത് ഇവിടെ ഒരു സ്റ്റിക്കറുള്ള കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ പറിച്ച് കളയാം. അത് കഴിയുമ്പോൾ ഇവിടെ ലാംഗ്വേജ് ഉണ്ട്. ഇപ്പം നമ്മൾ ജർമ്മനിയിലായ കാരണം ഡോയിഷ് ആണോ ഇംഗ്ലീഷ് ആണോ വേണ്ടതെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഭാഷ ആണെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അത് കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ബൈ യൂസിങ് ദിസ് GoPro I agree to terms of use available at gopro.com legal. എഗ്രി ചെയ്യുക, ഇല്ലാണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. Capture the location where you videos and photos are taken on. നമുക്ക് GPS ഒക്കെ ഇടുന്നോട്ടെ, എവിടെയാണെന്ന് നമുക്കറിയാലോ. Install the GoPro app on your phone to finish setup. Leave your camera on and follow the app instructions. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ ഈ GoProൻ്റെ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സംഭവം ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫോണിൽ അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് വന്നത്. ഇനി നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്തത് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇതിൽ ബാറ്ററി 15% ഉള്ളൂ. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കണം ഇനി. അപ്പോൾ നമ്മുടെ GoPro 8 എങ്ങനെയാണ് ചാർജ് ചെയ്യാന്നുള്ളത് ഒരു ഇതാണ്. അതായത് ഈ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സാധാരണ C കേബിളാണ്. മൊബൈലിനൊക്കെ ഉപയോഗിക്കുന്ന C കേബിൾ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇത് ഓഫ് ചെയ്യാൻ നമ്മുടെ ഇവിടെ ഒരു മോഡിന് കൊണ്ടൊരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മളൊരു 3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു 3 ബീപ്പ് സൗണ്ട് കേൾക്കാം. പി 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 എന്നൊരു സൗണ്ട് കേൾക്കാം. അത് 3 തനിയെ അത് ഓഫായി പോകും, പവർ ഓഫ് ആവും. പിന്നെ കേബിൾ വെച്ച് ചാർജ് ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ ചാർജിങ് ഓപ്ഷൻ. പിന്നെ ഇവിടെ നമ്മുടെ ബാറ്ററി ഇട്ടില്ലേ, ആ സെയിം സ്ഥലത്തായിട്ടാണ് ഇവിടെ തുറക്കാം. ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ ആ സ്ലോട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ കേബിൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കണ്ടതാണ് നമ്മുടെ ഈ GoPro 8. നമ്മളതിൻ്റെ അൺബോക്സിംഗ് നമുക്ക് കണ്ടത്. അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ഉള്ളിൽ 15% ബാറ്ററി ഉള്ളൂ. ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് GoPro 8. വീഡിയോ ഇഷ്ടപ്പെടുന്നു.
ബൈ.